ഹലോ ഗൈസ്, നമ്മൾ ഏതൊരു ആൻഡ്രോയിഡ് ഫോൺ വാങ്ങിയാലും അതിനകത്ത് ആവശ്യമില്ലാത്ത കുറേ ബ്ലോട്ട് വെയർസ് കാണും. ബ്ലോട്ട് വെയർസ് എന്ന് പറഞ്ഞാൽ ഫോണിൻ്റെ ബ്രാൻഡ് അവരുടെ തന്നെ കുറേ ആപ്ലിക്കേഷൻസ് ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്ത് തരും പ്രീബിൽട്ട്. ഈ ആപ്ലിക്കേഷൻസ് അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റത്തില്ല. അഥവാ അൺഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ നമ്മൾ റൂട്ട് ചെയ്യേണ്ടി വരും. റൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൻ്റെ വാറണ്ടിയും പോകും. പക്ഷേ പഴയ ഫോണുകളിൽ നമുക്ക് ഈ ബ്ലോട്ട് വെയർസ് ഡിസേബിൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഫോണുകളിൽ ഡിസേബിൾ ചെയ്യാനും പറ്റത്തില്ല. അപ്പോൾ ഇങ്ങനത്തെ ബ്ലോട്ട് വെയർ വെറുതെ ഫോണിൽ കടന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റാം യൂസേജ് കൂടും. പിന്നെ ആ ആപ്ലിക്കേഷൻ എപ്പോഴും റണ്ണായിട്ടായിരിക്കും ഇരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ബാറ്ററി യൂസേജും കൂടും. ഇന്ന് ഞാൻ ഈ ആൻഡ്രോയിഡിലെ ബ്ലോട്ട് വെയർസ് റൂട്ട് ചെയ്യാതെ തന്നെ ഒരു കമ്പ്യൂട്ടർ ഉപയോഗിച്ച് എങ്ങനെ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ മെത്തേഡിന് റൂട്ട് ആവശ്യമില്ല. പക്ഷേ നമ്മൾ ഫോൺ റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷൻ തിരിച്ചു തരും. അല്ലാതെ യൂസ് ചെയ്യുകയാണെങ്കിൽ പ്രശ്നമില്ല. ഇതിനൊരു ടൂള് ഡൗൺലോഡ് ചെയ്യണം. ആ ടൂളിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ക്യാപ്ച ചോദിക്കും. ക്യാപ്ച നമ്മൾ വെരിഫൈ ചെയ്യുക. നമ്മൾ എന്നിട്ട് ആ ഡൗൺലോഡ് പേജിലേക്ക് പോവുക. ഡൗൺലോഡിംഗ് പേജിൽ നമുക്ക് 3 ഓപ്ഷൻസ് കാണാൻ പറ്റും. SDK ടൂൾ വിൻഡോസിനുണ്ട്, പിന്നെ മാക് OSനുണ്ട്, പിന്നെ ലിനക്സിനുണ്ട്. അപ്പോൾ നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻ കാണിക്കുക. നമ്മൾ അഗ്രി ചെയ്തിട്ട് ഓക്കെ കൊടുക്കുക. അപ്പോൾ നമ്മുടെ ടൂൾസ് ഡൗൺലോഡ് ആവും. നമ്മളിത് ഡൗൺലോഡായിട്ട് എക്സ്ട്രാക്ട് ചെയ്തിട്ട് ഇതിൻ്റെ നെയിം വല്ല സിമ്പിളായിട്ടുള്ള നെയിം ഇടുക. ഞാൻ ഇവിടെ ADB എന്നാണ് ഇടുന്നത്. എന്നിട്ട് നമ്മൾ കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ചെയ്യുക. വിൻഡോസ് ബട്ടണും ആറൂടെ ക്ലിക്ക് ചെയ്തിട്ട് CMD എന്ന് അടിച്ചാൽ അത് ഓപ്പൺ ആവും. നമ്മുടെ ഫോൾഡറിലേക്ക് കമാൻഡ് പ്രോംപ്റ്റ് ലൊക്കേറ്റ് ചെയ്യുക. ലൊക്കേറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫോണ് PC ആയിട്ട് കണക്ട് ചെയ്യുക. കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ ADB ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം നമ്മുടെ കമ്പ്യൂട്ടറിൽ. നമ്മുടെ ഫോണിൻ്റെ USB ഡീബഗിങ് ഓൺ ആക്കിയിരിക്കണം, എനേബിൾ ചെയ്യണം. അപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടർ കണക്ട് ചെയ്യുമ്പോൾ ഒരു ഫിംഗർ പ്രിൻറ്റ് കീ ചോദിക്കുക അലോ കൊടുക്കാൻ വേണ്ടി. അപ്പോൾ നമ്മൾ അലോ ചെയ്ത് കൊടുക്കുക. അലോ ചെയ്ത് കൊടുത്തതിന് ശേഷം ഫസ്റ്റ് കമാൻഡ് ടൈപ്പ് ചെയ്യുക ADB ഡിവൈസ്. ഇപ്പോൾ നമ്മുടെ ഡിവൈസ് കണക്ട് ആയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഒരു സീരിയൽ നമ്പർ കാണിക്കും നമ്മുടെ ഡിവൈസ് കണക്ട് ആയിട്ടുണ്ടെങ്കിൽ. അതുകഴിഞ്ഞ് നമ്മൾ അടുത്ത കമാൻഡ് അടിക്കുക, ഷെല്ലെന്ന് പറഞ്ഞ കമാൻഡ്. എന്നിട്ട് നമ്മൾ അടുത്ത കമാൻഡ് അടിക്കുക PM ലിസ്റ്റ് പാക്കേജസ് grep. എന്നിട്ട് നമ്മുടെ മൊബൈലിൻ്റെ ബ്രാൻഡ് നമ്മൾ ഇപ്പോൾ ഒപ്പോ ഫോണാണ് യൂസ് ചെയ്യുന്നത്, ഒപ്പോ എന്ന് കൊടുക്കുക. സാംസങ് ആണെങ്കിൽ സാംസങ് എന്ന് കൊടുക്കുക. അപ്പോൾ ബ്രാൻഡുകാർ കയറ്റിയിരിക്കുന്ന ബ്ലോട്ട് വെയർസിൻ്റെ ലിസ്റ്റ് APKയുടെ എല്ലാ ID നമുക്ക് കാണാൻ പറ്റും. ഞാനിവിടെ യൂട്യൂബ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. ഗൂഗിളെന്ന് സെർച്ച് ചെയ്യുക ആ കമാൻഡിൻ്റെ അവിടെ. അപ്പോൾ നമുക്ക് ഈ ഫോണിൽ ഇൻസ്റ്റാൾ ആയിട്ടുള്ള ഗൂഗിളിൻ്റെ എല്ലാ ആപ്ലിക്കേഷനും കാണിക്കും. അതിനകത്ത് നമ്മൾ യൂട്യൂബ് എവിടെ ഉള്ളതെന്ന് അതിൻ്റെ ID നമ്മൾ നോക്കിയിട്ട് അത് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തിട്ട് അടുത്ത കമാൻഡ് നമ്മൾ എൻ്റർ ചെയ്യുക PM uninstall user 0. അത് കഴിഞ്ഞ് നമ്മുടെ ആപ്ലിക്കേഷൻ്റെ ID പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് എൻ്റർ കൊടുത്താൽ സക്സസ് എന്ന് കാണിക്കും. അപ്പോൾ നമുക്ക് ഫോണിനെടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ തന്നെ യൂട്യൂബ് ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ആയി പോകും. അപ്പോൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ റൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ ഫോണിൽ വെറുതെ പോകുന്ന റാം യൂസേജും CPU യൂസേജും സ്റ്റോറേജും സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺ.